നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഇന്ത്യ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമനെ വിട്ടയക്കാൻ സന്നദ്ധത അറിയിച്ചു പാകിസ്ഥാൻ. ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾക്ക് അയവ് വരുമെങ്കിൽ അഭിനന്ദനെ തിരിച്ചയക്കാൻ തയ്യാറാണെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹമ്മൂദ് ഖുറേഷി അറിയിച്ചതായി ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കാൻ ഇമ്രാൻഖാൻ തയ്യാറാണെന്നും ഖുറേഷി പറയുന്നു. ഇന്ത്യയിൽ നിന്നും ചില ഫയലുകൾ ലഭിച്ചിട്ടുണ്ട്. പാർലമെന്ററി നേതാക്കളുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. തുറന്ന മനസ്സോടെ തന്നെ ഇന്ത്യ അയച്ചു നൽകിയ രേഖകൾ പരിശോധിക്കാനാണ് തീരുമാനം. ഇന്ത്യയാണ് ആദ്യം ആക്രമണം നടത്തിയത്. അതിനുശേഷമാണ് രേഖകൾ അയച്ചു നൽകിയിരിക്കുന്നത്. ആദ്യം രേഖകൾ അയച്ചു നൽകാൻ അവർ തയ്യാറായിരുന്നുവെങ്കിൽ ആക്രമണത്തിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യ തയ്യാറാവുകയാണെങ്കിൽ പാകിസ്ഥാൻ അതിനോട് സഹകരിക്കുമെന്നും തങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണെന്നും ഖുറേഷി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാക് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു. പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള അഭിനന്ദനെ ഉടനെ മോചിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ജനീവ കരാറിന്റെ ലംഘനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു. ഇതോടൊപ്പം ചില രേഖകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടക്കുന്നതെന്നടക്കമുള്ള തെളിവുകളാണ് ഇന്നലെ കൈമാറിയത്. ഏതൊക്കെ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നു, അവർ നടത്തിയ ആക്രമണങ്ങൾ, ഭീകരിൽ ആരെയൊക്കെ അന്താരാഷ്ട്ര ഏജൻസികൾ തേടുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ കൈമാറിയിരുന്നു. വീഡിയോകളും ശബ്ദ സന്ദേശങ്ങളും രേഖകളും ഉൾപ്പെടെയുള്ള തെളിവുകളാണ് കൈമാറിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വാർത്തകളുമായി വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.